എവിടെ നോക്കിയാലും ഇതേ ഉള്ളൂ. സംസ്ഥാനം കുറുവാ സംഘത്തിന്റെ ഭീതിയിൽ. എനിക്കൊരു പേടിയില്ല. ഈ കുറുവാ സംഘം ഇവിടെ ഒന്നും വരത്തില്ല. ഇതൊക്കെ തമിഴ്നാട്ടിലല്ലയോ? നമ്മളിവിടെ ഒന്നും കുറുവാ സംഘമൊന്നുമില്ല. ചേട്ടാ കുറുവ എവിടെ വടി വടി എവിടെ 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 എന്തിനീ വടി? ഇതാണ് കുറുവടി. ഇതെന്തൊരു വടിയാ? ഈ കുറുവാ സംഘങ്ങളൊക്കെ പണ്ടേ ഉണ്ട്. അതല്ല ഈ കുറുവടി കുറുവടി എന്ന് കേട്ടിട്ടില്ലയോ? കേട്ടിട്ടുണ്ട്. എവിടെ കുറുവ? അതിന് ഇവിടെ കുറുവയൊന്നുമില്ല. നീ പറഞ്ഞു കുറുവയെന്ന്? ഞാൻ പറഞ്ഞ പശുവിന്റെ കറവ തീർന്നെന്നാ. നിങ്ങളുടെ ചെവി അപാരം തന്നെ. ഈ കുറുവാ സംഘത്തിന്റെ വാർത്ത കേട്ടോണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ കണ്ട് കുറുവാ സംഘം വന്നു. ഇവിടെ ഒന്നും കുറുവാ സംഘമൊന്നുമില്ല. മനുഷ്യനെ വെറുതെ പേടിപ്പിച്ച്. കുറുവാ സംഘമില്ല, ഒന്നുമില്ല. ഉള്ള കാര്യം ഉണ്ടായിരുന്നു മനുഷ്യനെ പേടിപ്പിക്കണ്ടേ? അതെ, പശുവിന്റെ കറവ തീർന്നു. ഇനി നമ്മൾ പൈസക്ക് എന്തോ ചെയ്യും? എടി പൈസ ഒന്നും ഇല്ലാതിരിക്കുന്നത് നല്ലത്. ഉള്ളതുണ്ട് കുറുവാ സംഘം എടുത്തോണ്ടോ. നിന്റെ സ്വർണ്ണമൊന്നും ഇല്ലല്ലോ. ശരി, സ്വർണ്ണം ഇരിപ്പുണ്ട്. എടി തുഷ്ടേ, ഇന്നാള് ചീട്ട് കളിച്ച് ഞാൻ അവിടെ കിടന്ന് കളസം കയറി ആരും രക്ഷിക്കാനില്ലാതിരുന്ന് പൈസ വല്ലതും തരാൻ ചോദിച്ചപ്പോൾ നിന്റെ അന്നേരം ഒന്നും ഇല്ലായിരുന്നല്ലോ. അത് നിങ്ങൾ ചീട്ട് കളിച്ച പൈസ അതിന് എൻ്റെ കയ്യിലില്ല തരാനൊന്നും. മനുഷ്യ, നിങ്ങൾ അന്ന് സത്യം പറഞ്ഞ എങ്ങനെ രക്ഷപ്പെട്ടെ? അന്ന് ആ സരസുവിന്റെ അരിഞ്ഞാണ് അവള് തന്നതുകൊണ്ട് ഞാനത് പണയം വെച്ച് രക്ഷപ്പെട്ടു. അതിനവളത് തന്നോ? പിന്നെ അവൾക്ക് എൻ്റെ അടുത്ത് കള്ളം പറയാൻ പറ്റുമോ? ആഹാ, നിങ്ങളാള് കൊള്ള. അല്ല, നിന്റെ കയ്യിൽ സ്വർണ്ണമൊന്നും ഇല്ലെന്നല്ലേ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അത് എവിടെ വെച്ചേക്കും? അത് അപ്പൊ പറയാൻ മനസ്സിലെങ്കിലോ? അല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രഹസ്യ തന്ത്രപരമായിട്ട് എവിടെങ്കിലും ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് കുറുവാ സംഘത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. നീ എവിടെ വെച്ചിരിക്കുന്നത്? അത് ഞാൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഒക്കെ വെച്ചേക്കുന്നവരടുത്ത് വെച്ചേക്കോ. വേസ്റ്റ് വെച്ചിരിക്കുന്ന സ്ഥലം ഒരു കാര്യം ചെയ്യും. നീ അത് എടുത്തോണ്ട് വന്ന് അലമാര വെച്ച് പൂട്ടി താക്കോല് തലക്കിന് അടിയിൽ വെച്ച് സുഖമായിട്ട് തുടങ്ങ്. ഇപ്പൊ ആരും അലമാരയിലും തപ്പത്തില്ല. എല്ലാവർക്കും അറിയാം അത് വേസ്റ്റിലും അവിടെ എവിടെയൊക്കെ കൊണ്ട് ഇട്ടേക്കുന്നതെന്ന്. അതുകൊണ്ട് അവിടെ പോയി തപ്പൂ. അതിപ്പോ തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നീ എവിടെ വെച്ചേക്കുന്നത്? വീടിനകത്താണോ പുറത്താണോ? പുറത്ത് വെച്ചേക്കോ. വീടിന്റെ പുറത്താണോ? നീ ഒരു കാര്യം ചെയ്യ്. പുറത്ത് എവിടാ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് വന്ന് അലമാര വെച്ച് പൂട്ടിയിട്ട് താക്കോലും എടുത്ത് തലമുറ കിടന്ന് ഉറങ്ങ്. ഇനിയിപ്പോ രാത്രിയല്ലേ, ഇനി എനിക്ക് വയ്യ. നാളെ രാവിലെ ആട്ടെ, ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാം. ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ ഇല്ല 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 എന്ന് പറഞ്ഞോണ്ട് അതെങ്ങനെങ്കിലും അടിച്ചു മാറ്റണം. എന്നിട്ട് അത് കുറുവാ സംഘത്തിൻ്റെ മണ്ടയ്ക്കാക്കണം. പുറത്ത് സ്വർണം വെച്ചിട്ടെന്തിന് ഞാനിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടപ്പൂ. ഇന്ന് രാത്രി തന്നെ സംഭവം അടിച്ചു മാറ്റാം. എന്തോ മനുഷ്യ അവിടെ പുറത്തോണ്ടിരിക്കുന്നേ? പാതിരാത്രി ഇങ്ങോട്ട് വന്ന് കിടക്കങ്ങോട്ട്. പുറത്തോണ്ടിരിക്കും അവിടെ. ഇതൊക്കെ കൊണ്ട് വെളിയിൽ വെച്ചേക്കേണ്ട കാര്യമുണ്ടോ? അകത്തങ്ങനായിരുന്നേ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാമായിരുന്നു. ഇനി വെളിയിൽ പോയി എവിടുന്ന് തപ്പി എടുക്കുമോ എന്തോ. എണീറ്റ് വരാതിരുന്നാൽ മതി. അതിനു മുമ്പ് എവിടുന്നെങ്കിലും സാധനം തപ്പി എടുക്കണം. വെളിയിൽ എവിടെ കൊണ്ട് വെച്ചേക്കുന്നേ നോക്കാം. കഥവിൻ്റെ എല്ലാ കുറ്റിയും ഇട്ട് വെച്ചേക്കുമല്ലേ. ഈ ഓരോന്നോരോന്നോട്ട് ഞാൻ തുറന്നെങ്ങനെ ഇറങ്ങുന്നത്? ഇനി ഇതിനകത്ത് കുറ്റിയെല്ലാം ഉണ്ടോ? ഈശ്വര, ഒറിജിനൽ കുറുവാ സംഘം എങ്ങാനും വന്ന എൻ്റെ കാര്യം പോയി തപ്പാം. വലിയ കാര്യത്തിൽ വേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇറങ്ങി തന്നെയാ. ഹരിതകർമ്മസേനക്കാർ കാരണം പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും ഇപ്പോൾ ഇവിടെ ഇല്ല. എന്നാലും എവിടെ കൊണ്ട് വെച്ചേക്കുക? വീട്ടിലെ ഏറ്റവും വലിയ വേസ്റ്റിലെന്നാണ് പറഞ്ഞത്. അത് പുറത്താണെന്നും പറഞ്ഞു. ഈ വീട്ടിലെ ഏറ്റവും വലിയ വേസ്റ്റ് എന്തുവാ? ഈ വീട്ടിലെ ഏറ്റവും വലിയ വേസ്റ്റ് നിങ്ങളാ. ഞാൻ എൻ്റെ പുറത്തൊന്നുമല്ല. പക്ഷെ എന്നാലും
പറയുമ്പോൾ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ വേസ്റ്റാണല്ലോ. അതിനകത്തൊന്നും കൊണ്ടുവെക്കത്തില്ല. പക്ഷെ വേറെ വേസ്റ്റ് ഇവിടെ ഇല്ലാതാനും ഇതുപോലെ ഒന്ന് നോക്കിക്കളയാം. എന്നാലും ഇതിനകത്തൊക്കെ കൊണ്ട് വെക്കും. ഇതിപ്പോൾ എങ്ങനെ ഒന്ന് എടുക്കുന്ന അമ്പടി ബുദ്ധിമതി. ഇതിനകത്ത് കൊണ്ട് വെച്ചേക്കുമായിരുന്നല്ലേ. എന്നാലും എൻ്റെ കാവലാടുകളെ, നിങ്ങൾ ഇതല്ലേ ഇത്രയും നാൾ നോക്കിക്കൊണ്ട് ഇവിടെ നിന്നേ. ഇതിവിടെ വെച്ചിട്ടാ ഞാൻ വല്ലതും തെണ്ടി നടക്കേണ്ടി വന്നത്. ഇത് കൊണ്ടുപോയി ഡെറ്റോൾ ഒഴിച്ച് കഴുകിയിട്ട് നാളെ കൊണ്ടുപോയി കൊടുക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്യാം. ഇനി കുറുവാ സംഘത്തിന് പിടിക്കണ്ട. സാധനം കൈ കിട്ടിയല്ലോ, അവരെടുത്തോണ്ട് പോയെന്ന് വിചാരിച്ചോളും. നാളെ ചെന്ന് നോക്കുമ്പോൾ ആ സാധനം കാണത്തില്ല. കുറുവാ സംഘത്തിൻ്റെ മണ്ടയിലാക്കണം ഈ മോഷണം. പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. അവൾ ഉണരാതിരുന്നാൽ മതിയായിരുന്നു. അതിനു മുമ്പ് ഈ സാധനം എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കണം. റൂമിൽ തന്നെ എവിടെയെങ്കിലും വെക്കാം. ഇതിന് ഉറക്കമില്ലയോ? ചേട്ടൻ ഇത് എടുക്കാൻ പോയായിരുന്നില്ലേ? എനിക്ക് അന്നേരം തോന്നി. ഇവിടെ നിന്ന് ആ എണ്ണീറ്റ് നോക്കിയപ്പോൾ ചേട്ടനെ കാണുന്നില്ലേ. എനിക്ക് അന്നേരം അറിയാം ചേട്ടൻ ഇത് എടുക്കാൻ പോയാന്ന്. ചേട്ടൻ ഇത് എടുക്കാതെ ഒരു ഉറക്കവും വന്നില്ലല്ലേ. ഇത് കിട്ടിയപ്പോഴേ കണ്ടപ്പോഴേ എനിക്കൊരു സമാധാനമായ. ഇതിനി അലമാര വെച്ച് പൂട്ടിയിട്ടേ താക്കോൽ എൻ്റെ തലാണയുടെ അടുക്കി വെച്ച് കിടന്നാലേ എനിക്ക് ഉറക്കം വരും. സമാധാനോ അല്ല, വെളി വെറുതെ വെച്ചേക്കണ്ടെന്ന് വിചാരിച്ച് കൈയോടെ എടുത്തു കഴിഞ്ഞാൽ എനിക്കും ടെൻഷൻ ഇല്ലല്ലേ. ഞെടി ചേട്ടാ, ഞെട്. നീ ഇത് കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിട്ട് ഉറങ്ങിക്കോ. എനിക്കൊരു സമാധാനമായത്. ഈ താക്കോൽ ഇനി തലാണയുടെ അടുക്കി വെച്ചിട്ട് വേണം എനിക്കിനി സുഖമായിട്ട് ഇന്നൊന്ന് ഉറങ്ങാൻ. എന്തോ പറയാനാ, വെറുതെ പാടുപെട്ട് രാത്രി പോയി എടുത്തുകൊണ്ട് വന്നു. കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയായി. എന്തെല്ലാം ആഗ്രഹമായിരുന്നു, എല്ലാം തീർന്നു.